ഇല്ലാത്തവനെ പോലെ എന്റെ കൂടെ നടന്നത്. നീ ഇത്രയ്ക്ക് ക്രൂരനാണോ? എന്താ പാലട്ട് ഇതൊക്കെ? ഉണ്ണി, നീ എന്നെ ആപ്പിലാക്കരുത്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ജാമ്യം അനുവദിക്കണം. തൽക്കാലം പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു പിടിച്ച പ്രതിയാ. നാളെ തെളിവെടുപ്പിനായി ആശുപത്രിയിൽ കൊണ്ടുപോകണം. കോൺസ്റ്റബിൾ, വേഗം പത്രക്കാരെ വിളിച്ചു പറയടോ, SI ചാക്കോ അതിസാഹസികമായ ഒരു പ്രതിയെ കീഴടക്കിയെന്ന്. നോക്കിക്കോ, സംഭ്രമജനകമായ ഒരു കേസാക്കി മാറ്റും ഞാനിത്. വാടോ. എന്റെ മകൾക്ക് ബോധം തെളിയും മുമ്പ് എന്താ സംഭവിച്ചതെന്ന് അറിയുമ്പോ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ തമ്പി. എന്തെങ്കിലും കാര്യമില്ലാതെ പത്രക്കാരെഴുതൂ, പ്രതിയെ കസ്റ്റഡിയിലെടുക്കൂ, അവൻ കുറ്റം സമ്മതിക്കൂ. വിശ്വന്റെയും മീനാക്ഷിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ശത്രുക്കളാരോ കിട്ടിയ അവസരം ഉപയോഗിക്കുക. നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. വർഷങ്ങളായുള്ള ബിസിനസ് പാർട്ട്നേഴ്സാണ് നമ്മള്. കല്യാണവും ഒരു ബിസിനസ് ആയിട്ട് ജനാർദ്ദനൻ നായർ കണ്ടിട്ടില്ല. നാട്ടിൽ ഒരു നിലയും വിലയും തറവാടിത്തമുള്ളവനാ ഞാൻ. ഇനിയിപ്പോ നിങ്ങളുടെ മോളെ അപമാനിക്കപ്പെട്ടാരും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. അല്ലച്ചാ, അത് മീനാക്ഷിയോട് സംസാരിച്ചു. ഇനി അവളുടെ മാനം നശിച്ചില്ലെന്ന് അവള് പറഞ്ഞാൽ നീ അവളെ കേട്ടോ? അത് വേണ്ട, ഞാൻ പറയണത് അനുസരിച്ചാ മതി. തമ്പി എന്നോട് പരിഭവിക്കരുത്. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇതേ ചെയ്യൂ. മരിക്കണവരെ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണമെന്ന് മോഹമുണ്ട് എനിക്ക്. വാടാ. എല്ലാരും ഒന്ന് മാറിക്കേ. മാറിക്കോട്ട്. എന്താണ് കാഴ്ച? ഇങ്ങോട്ട് എങ്ങോട്ടാടാ ഇത്ര ധൃതി പിടിച്ച്? ഇവര് മാത്രം കണ്ടാ പോരാ, കേരളം മൊത്തം അറിയണം നീയും ഞാനും. ഫോട്ടോക്ക് പോസ് ചെയ്യടാ. അത് പറഞ്ഞാ പോരെ. 1 minute. പേജ് കവർ ചെയ്യാം. ചേട്ടൻ ഇപ്പോഴും കേസിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. എന്നെ മനസ്സിലായില്ലേ? ഉണ്ടായില്ലടാ. മിസ് മീനാക്ഷി, നിങ്ങളെ പീഡിപ്പിച്ച ഈ പ്രതിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കഴിയുന്നില്ലേ? ഇല്ല, എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ ഇതിനു ഇയാളെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റെയർകേസിൽ നിന്ന് തെന്നി വീണതാ ഞാൻ. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഡോക്ടർ, ഇനി വല്ല അമീഷിയോ മറ്റോ സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നുണ്ടോ? സുബോധത്തോടെ തന്നെ പറയുന്നത്. പൊയ്ക്കോ എല്ലാവരും, പോവാൻ. Just leave me alone. എന്താണോ ഇതൊക്കെ? പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ കെട്ടുകഥയിലെ പ്രതിയായത്? എന്തിനു വേണ്ടിയാണ് എന്റെ മോളെ നീ ബലിയാറാക്കിയത്? ഈ കള്ളക്കേസ് ചമച്ച പോലീസും ഈ കള്ളപ്രതിയും സൂക്ഷിച്ചോ. ഈ മാധവൻ തമ്പി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഏതോ ഒരു തെണ്ടി ഫോൺ ചെയ്ത് പറഞ്ഞത് കാരണമാ ഞാൻ ഈ അഭിപ്രായം കാണിച്ചത്. അവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ. ഉപദ്രവിക്കരുത് സാർ, അവൻ പാവമാണ്. തനിക്ക് എങ്ങനെ അറിയാം? അല്ല, സാധാരണ ഇങ്ങനെ ഫോൺ ചെയ്യുന്നവരൊക്കെ പാവങ്ങളാണ്. പാവങ്ങളാണേലും പാട്ടൊന്നും വേണ്ടല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിക്കനാ പോണ ഇറങ്ങി പോണോ മനുഷ്യനെ മെനക്കെടുത്താതെ. അത് ശരി. വെറുതെ റോഡിലൂടെ നടന്നുപോയി എന്നെ ഓട്ടിച്ചിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഭീകരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചിട്ട് ഇറങ്ങി പൊയ്ക്കൊള്ളാനാ? എന്നെ കൊണ്ടുവിടണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്ത്? ആ പെൺകുട്ടിയുടെ ജീവിതം തേർക്കാനായി ആരോടോ കൈക്കൂലി മേടിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്ന്. അവിവേകം ഒന്നും കാണിക്കരുത്. കോൺസ്റ്റബിൾ, ഈ സാറുമാരെ എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുപോയി വിട്. എന്നെ കോരപ്പന്റെ ഷാപ്പി വിട്ടാ മതി. എന്നെ സാറേ ആ ചുറ്റിയെങ്കിൽ തന്നെ, അല്ലെ ഞങ്ങൾ ചുറ്റിപ്പോ. അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുള്ളതാ. എടോ, ആ ചുറ്റിയെ എടുത്തു കൊടുക്ക്. പിന്നെ ഒരു കാര്യം, ഷാപ്പി കയറി വെള്ളം അടിച്ചിട്ട് ലെവലെവാ നീ രഹസ്യം ഒന്നും വിളിച്ചു പറയരുത്. ഇങ്ങനെ അങ്ങനെ ഒരു സൂക്കനുണ്ട് സാർ. ചിലപ്പോ ഒരു കാര്യം ചെയ്യ്, സത്യം ചെയ്യ്, സത്യം ചെയ്യ്. ഈ രഹസ്യം നമ്മൾ 3 പേരും അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ പോലും അറിയാൻ പാടില്ല. ഓക്കെ, ഇനി പറയില്ല സാർ. വരട്ടെ സാർ. കർത്താവേ, ഇനി മുകളിലുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. ഈ കേസ് യഥാർത്ഥമാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ എന്റെ ജോലി പോകും. വേളങ്കണ്ണി മാതാവേ. പഴയ പോയ വയ്യാവേലി 10-2 പലിശക്കെടുത്തു കേട്ടിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള കേസാ. അതെല്ലാം കഴിഞ്ഞില്ലേ, കേസും പോയി. കിട്ടുക വാസട്ട് ഒഴുക്കി കുടിക്കേ, ബോധം മറയണോ വരെ കുടിക്കേ, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങ്. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടായി. കാണുന്നവർക്കൊക്കെ ഒറ്റ ചോദ്യമുള്ളൂ, ചേട്ടന്റെ ബലാത്സംഗ കേസ് എന്തായി? ശരിക്കും ചെയ്താണോ? കേൾക്കുമ്പോ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. ഉണ്ണി, ഞാനിതൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടിയല്ലേടാ. ആ പെണ്ണിന്റെ അച്ഛൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുക. വിധി വന്നാലുണ്ടല്ലോ ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ടി വരും. നിർത്ത്. ഈ ഈരാളിയെ തീരെ എഴുതി കൊടുത്ത പ്രശ്നങ്ങളൊക്കെ തീരുവോ? ഒരു പെണ്ണിന്റെ മാനത്തിന് ലോറിയുടെ വില ഉള്ളോ?
കാശ് കൊടുത്ത മാനം കിട്ടുമോ? പിന്നെ എന്തിനാണ് അവള് മാനനഷ്ടത്തിന് കേസ് കൊടുത്തത്? നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നിങ്ങളുടെ മുന്നിൽ വെച്ച് മുടങ്ങിപ്പോയത് കണ്ടല്ലേ? ഇനി എന്താണ് അവളുടെ ഭാവി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ പിറന്ന ഒരുത്തന്നെ അവളെ കെട്ടാൻ വരുമോ? ബാലേട്ടൻ എന്റെ ചേട്ടനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാവുക. ഉണ്ണി, വാസട്ട ഉണ്ണി പറഞ്ഞ കേട്ടില്ലേ? ഞാൻ അവന്റെ ചേട്ടനാണെന്ന് പറയാൻ അവന് നാണക്കേടാണെന്ന്. അവനെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ണി പറഞ്ഞ ശരിയാ, നമ്മൾ ചെയ്ത തെറ്റാ. ഇപ്പം വാദി പ്രതിയായോ? ആ തെറ്റ് തിരുത്താൻ നീ തയ്യാറാണോ? എങ്ങനെ? നീ കാരണമാണ് അവളുടെ കല്യാണം മുടങ്ങിയത്. ഇനി ഒരു കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ നിനക്ക് അവളെ കെട്ടാൻ പറ്റുമോ? അതോടെ പ്രശ്നവും തീരുമല്ലോ. നീ ഒരു ജീവിതം കൊടുക്ക. അതിപ്പോ വാസോട്ടം പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ പോയി കാര്യം പറയാം. ഈ സന്തോഷ വാർത്ത കേട്ട് മനസ്സമാധാനത്തോടെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. വാ. ഓഹോ, ഉഗ്രൻ. നിന്റെ ഭാര്യ വീട് കൊള്ളാം, ആരും കുറ്റം പറയില്ല. ഓഹോ, അയ്യോ, ഇതൊന്നല്ല 9 ലോറി കയറ്റിയിടാനുള്ള സ്ഥലമുണ്ടല്ലോ. ഇനിമേൽ ഈരാളി ഇവിടെ അല്ലേ കിടക്കാൻ പോകുന്നത്. നീ ഭാഗ്യവാനാണ്. ബെല്ലിന് ശബ്ദം കുറവാണെന്ന് തോന്നുന്നു. രണ്ട് അതിഥികൾ വന്നിട്ടുണ്ടേ. അമ്മായിയച്ഛനാണ്, അമ്മായിയച്ഛൻ. കണ്ടിട്ട് ഗുസ്തിക്കാരനാണെന്ന് തോന്നുന്നു. എന്താ? നിങ്ങൾ ഈ ബാലന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്നറിഞ്ഞു. കാശ് വേണേൽ എന്റെ ഈരാളിയെ തട്ടിട്ട് തരായിരുന്നു. പക്ഷേ പോയ മാനം തിരിച്ചു കിട്ടുമോ? ഇല്ലാന്ന് ഉണ്ണി പറഞ്ഞു. നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല, അങ്ങനെ പറ്റിപ്പോയി. പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇവിടുത്തെ കുട്ടിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യാ ഇവൻ പറയാൻ പോകുന്നത്. നീ പറ. ചേട്ടൻ പറ. എന്നാ ഞാൻ പറയാം. ഇവൻ മൂലം മാനം നഷ്ടപ്പെട്ട ഈ കുട്ടിയെ കെട്ടാൻ ഇവൻ തയ്യാറാണ്. സമാധാനമായല്ലോ? നിങ്ങൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഇറങ്ങിപ്പോടാ. പോകാം. അങ്ങനെ പോണില്ല. ആ പെണ്ണ് പറയട്ടെ പറ്റില്ലെന്ന്. മാനം പോയത് അവളുടെ അല്ലേ? അതെ, ഞാൻ ലോറി ഡ്രൈവർ മാത്രമല്ല, ലോറിയുടെ ഉടമസ്ഥൻ കൂടിയാ. കെട്ടാൻ ഞാൻ തയ്യാറാ. പറ്റുമല്ലോ എന്ന് ഇപ്പൊ പറയണം. ഇവിടെ നിന്ന് ബഹളം വെച്ച പോലീസിനെ വിളിച്ച് ഞാൻ. ഇവർക്കാർക്കും ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ പോവുക. വേറെ ചെക്കനെ കിട്ടാതാകുമ്പം വീട് ഇറക്കി വന്നേക്കരുത്. ഇറങ്ങിപ്പോടാ. വന്നേക്കണു. അതിന് വാതിലടച്ചതിന്റെ കാര്യം. ബാ ബാ ബാ. ചേടാ, ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ആർക്കും അത് മനസ്സിലാവില്ല. നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലായില്ല, പിന്നല്ലേ ഇവർക്ക്. നീ ഒറ്റ നോട്ടത്തിൽ അവളെ ഒത്തിരി പ്രേമിച്ചോ? ഒരു കാര്യം ചെയ്യാം, വണ്ടിയിലെ കുപ്പിയിൽ ഇത്തിരി ബാക്കി ഇരിപ്പോട്ട് നമുക്ക് അടിച്ചിട്ട് അങ്ങ് മറക്കാം. മറക്കാനോ? അതാരും ഇവിടെ അങ്ങനെ എളുപ്പം മറക്കാൻ കഴിയില്ല. കഴിയോ? അന്ന് രാത്രി നിങ്ങൾ എന്റെ വീട്ടിൽ കയറിയതും എന്നെ മാനഭംഗപ്പെടുത്തിയതും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നോ? ഞാനോ? ഈ മുഖം ഞാൻ അത്ര പെട്ടെന്ന് മറക്കുന്നു വിചാരിച്ചോ? പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് എന്റെ വീട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ടാ. പക്ഷേ സത്യം എല്ലാവരും അറിയണം. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടണം. അതിനു വേണ്ടിയാ ഈ മീനാക്ഷിയുടെ ഇനിയുള്ള ജീവിതം. മനസ്സിലായോടോ വല്ലതും? പോലീസ് ആയാൽ ഏത് നിമിഷവും ഇത് കയ്യിൽ കിട്ടും. എന്നെ സസ്പെൻഡ് ചെയ്തോടോ. എന്താ? ഒരു പരാതി തരാൻ വന്നതാ. അറിയാം, എനിക്കെതിരെയല്ലേ. ശിക്ഷ ഡിപ്പാർട്ട്മെന്റിലൂടെ തമ്പുരാന്മാർ നടപ്പാക്കി കഴിഞ്ഞു. സസ്പെൻഷൻ ഓർഡറാ. പറ്റുമെങ്കിൽ ഇതൊന്ന് ഡിസ്മിസ് ആക്കാൻ ശ്രമിക്കും. ഞാൻ പറയണമെന്ന് കേക്ക്. വേണ്ട, എന്റെ ആത്മാർത്ഥതയ്ക്കുള്ള പാരിതോഷികം കണ്ടതോടെ തൃപ്തിയായി. കേവലം ഒരു തലക്കടിച്ച കേസ് ഞാൻ കുത്തിപ്പൊക്കി വിവാദമാക്കി ഒരു ക്ലീൻ ബലാത്സംഗമാണെന്ന് തെളിയിച്ചുകൊണ്ട് വന്നപ്പം എത്ര നിസ്സാരമായിട്ടാണ് കുട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. നേരാണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് നഷ്ടപ്പെടുമായിരുന്നു? കിട്ടാനാണെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്തതൊക്കെ വെറും മണ്ടത്തരമായി പോയില്ലേ? ഇല്ല, നിങ്ങൾ അന്വേഷിച്ചതും കണ്ടുപിടിച്ചതും എല്ലാം നേരായിരുന്നു. അന്ന് ആശുപത്രിയിൽ വെച്ച് പെട്ടെന്നുള്ള ഷോക്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. മറ്റൊരു ഷോക്കിൽ ഒന്നും മാറ്റി പറയില്ലല്ലോ. ഏത് കോടതിയിലും ഞാൻ വിളിച്ചു പറയാം. എന്റെ വേളങ്കണ്ണി മാതാവേ, ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയല്ലോ. പരാതി കന്നേ, പരാതി കന്നേ. ഇനി കുരിശേ കേറ്റില്ലല്ലോ.
ഏയ് ഈ ഒപ്പൊക്കെ കൊച്ചിട്ട്